ിലൂടെ അവരുടെ പാപങ്ങൾ ഇങ്ങനെ ഊർന്നു പോകുന്ന ചോർന്നു പോകുന്ന. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെ പവിത്രമായൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ടോ? അവിടെ തന്നെയാ നമ്മുടെ പരാജയം. നമ്മുടെ മക്കൾ ഇത് കണ്ടുപഠിക്കുന്നില്ല. അവർ യഥാർത്ഥ സ്നേഹത്തിന്റെ ആ പവിത്രതയും ആ സൗന്ദര്യവും കണ്ടറിഞ്ഞിട്ടില്ല. അത് ഏത് ഇന്റർനെറ്റിന്റെ ഉള്ളിലേക്ക് തലയും മനസ്സും പൂഴ്ത്തി വെച്ചാലും ഉമ്മ ബാപ്പമാരുടെ സ്നേഹസമൃദ്ധമായ സമീപനങ്ങളും പെരുമാറ്റങ്ങളും അവരെ ആകർഷിപ്പിക്കാതിരിക്കില്ല. അവരിന്ന് സ്നേഹവും തേടി അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂൾ ബാറുകളിലേക്ക് കയറിയാൽ കാണാൻ സാധിക്കും അവരുടെ സ്നേഹസല്ലാപങ്ങളെ കുറിച്ചിട്ട്. യാതൊരു ലജ്ജയുമില്ലാത്ത സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഞങ്ങൾ ഒരിക്കലും കോഴിക്കോട് നിന്ന് 4-5 MGMകാർ, മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ 4-5 MGMകാർ ഒരു കൂൾ ബാറിൽ കയറി. മാറഞ്ചേരി റാബിയത്തെ ഞങ്ങൾക്ക് നല്ല ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ കൂൾ ബാറിൽ കയറിയപ്പോ കണ്ട ഒരു അനുഭവമുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വരുന്നത് പോലെ നല്ല ഇസ്ലാമിക വേഷവിധാനം ധരിച്ചൊരു പെൺകുട്ടി ഒരാൺകുട്ടിയുടെ മാറത്തേക്ക് ഇങ്ങനെ ചാരി ഇരുന്നിട്ട് രണ്ടുപേരും കൂടി ഒന്നിച്ചിങ്ങനെ ഐസ്ക്രീം ഒരു കപ്പിൽ നിന്നും വാങ്ങി എടുത്ത് കഴിക്കുകയാണ്. ഞാൻ അവരിലേക്ക് നോക്കിയിട്ട് ഇതെന്താ സംഭവം? എന്റെ കൂടെ ഉള്ളവരിൽ ഷാഹിന ടീച്ചർ പറഞ്ഞു, ആയിഷ അങ്ങോട്ട് നോക്കണ്ട, അത് കല്യാണം കഴിഞ്ഞ കുട്ടികളാവും. ഞാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ബെഡ്റൂം ഉണ്ടാവൂലേ? ഇതെന്താണ് അവസ്ഥ? കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ബെഡ്റൂം ഉണ്ടാവൂലേ? ഞാൻ ഐസ്ക്രീം കഴിക്കുന്നതിന്റെ ഇടയിലും അവരെ തന്നെ ശ്രദ്ധിച്ചപ്പോ എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. ഏകദേശം ഡോറിന്റെ അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടി, അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന പെൺകുട്ടിയുടെ ചങ്ക് അല്ലെ, ഈ ഇരിക്കുന്ന പെൺകുട്ടിയുടെ ചങ്ക് എന്തിനിരിക്കാന്നറിയോ? പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ മെസ്സേജ് കൊടുക്കാൻ, അപകടകരമായ അവസ്ഥകൾ വല്ലതുമുണ്ടെങ്കിൽ ഇവൾക്ക് മെസ്സേജ് കൊടുക്കാൻ. ഇവർ തമ്മിലുള്ള ആംഗ്യവിക്ഷേപണങ്ങളിലൂടെ ഇവർ തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായി. ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത്, ഒറ്റക്കിരിക്കുന്ന മോളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, മോളെ നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? എനിക്ക് പരിചയമുള്ള ഒരു നാട് പറഞ്ഞു. നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? എനിക്ക് പരിചയമുള്ള ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു. എനിക്ക് ആ മകളോട്, ആ പൊന്നുമോളോടൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുമക്കളെ, നിങ്ങൾക്കറിയുമോ, ഈ സമയം, ഈ അസറിന്റെ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ഉമ്മ എന്ത് ചെയ്യുകയാണെന്ന് അറിയുമോ? നിങ്ങൾക്ക് എന്നെ പോലെയുള്ള നിങ്ങളുടെ ഉമ്മമാർക്ക് അസർ നമസ്കാരപ്പായലിരുന്നിട്ട് ഒന്ന് ദിക്ർ ചെല്ലാൻ പോലും മനസ്സ് വരാറില്ല. കാരണം വിശന്ന് വരുന്നുണ്ട് എന്റെ മകൻ, എന്റെ മകൾ എന്ന ആവലാതിയോടെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങി നിങ്ങളെ മാത്രം മനസ്സിൽ കണ്ട് എന്റെ കുഞ്ഞെവിടെ പോയി, അവൾ എന്തുകൊണ്ട് വന്നില്ലെന്ന് ചിന്തിച്ച് വേവലാതിയോടെ ഇരിക്കുന്ന ഒരു ഉമ്മയെങ്കിലും നിങ്ങൾ ഓർത്തോ മകളെ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ഇങ്ങനെ കണ്ണിലേക്ക് നോക്കുക. അല്ലേ, എന്താ കാര്യം? ഈ രൂപത്തിലുള്ള മക്കൾക്കൊക്കെ വീട്ടിൽ കാണണം സ്നേഹസമൃദ്ധമായ ഈ സമീപനങ്ങള്, ഈ സന്തോഷ നിമിഷങ്ങള്, ഈ ഒരു ധന്യമായ മുഹൂർത്തങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിച്ചാൽ അവർ ഇത്തരം ഇടങ്ങളില് സ്നേഹം തേടിപ്പോവുകയില്ല. അതിന് ഭർത്താവിന്റെ ഹൃദയത്തില് എനിക്കും നിങ്ങൾക്കും ഒരു സ്ഥാനമുണ്ടായിരിക്കണം. മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചക മനസ്സിൽ സ്ഥാനം പിടിച്ചതുപോലെ ഒരിക്കല് ഹല റളിയല്ലാഹു അൻഹ കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിനോട് സലാം ചൊല്ലിയും ആ നിമിഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു, പടച്ചവനെ, എന്റെ ഖദീജയുടെ അതേ ശബ്ദമാണത്. എന്താണ് ആ ശബ്ദം? ആ ഹൃദയത്തിലേക്കായി നിറങ്ങിയത് തന്റെ വേദനകളിൽ തനിക്ക് സമാശ്വാസം നൽകിയ, തന്റെ സങ്കടങ്ങളിൽ തന്നെ ചേർത്ത് പിടിച്ച, തന്നോട് ചേർന്ന് നിന്ന, തനിക്ക് സ്നേഹം ആവോളം വാരി വിളമ്പി തന്ന തന്റെ പ്രിയപ്പെട്ട ഖദീജയുടെ ശബ്ദം മറക്കാൻ സാധിക്കില്ല. അത് ഹൃദയത്തിലേറ്റ് വാങ്ങിയാൽ നമുക്ക് അത്തരം ഹൃദയങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് പകർന്നു നൽകാനുള്ള സ്നേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണശേഷം ഇപ്രകാരം നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ ഓർക്കാൻ സാധ്യതയുണ്ടോ എന്ന് സത്യസന്ധമായി ഹൃദയത്തോടൊന്ന് ചോദിച്ചു നോക്കുക. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാനാണോ അവര് സാധ്യത? അതല്ല, നമ്മുടെ ശബ്ദം കേൾക്കുമ്പോ അവളുടെ ശബ്ദം പോലും എന്നെ പിന്നിലേക്ക് നയിക്കുന്നു എന്ന ഓർമ്മയോടെ വേദനിക്കുന്ന ഭർത്താക്കന്മാരോ ആരാണ് നമുക്കുണ്ടായിരിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ ഭാര്യാഭർത്തൃ ബന്ധത്തെ ഏറ്റവും സുന്ദരമായി കൊണ്ട് ഞാനും നിങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ പറയപ്പെട്ട ഈ 3 ബന്ധങ്ങളും, മാതാപിതാക്കളോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, അതേ പ്രകാരം തന്നെ ഭർത്താക്കന്മാരോടുള്ള ബന്ധം, ഇനി നമുക്ക് കൂട്ടുകുടുംബങ്ങളുണ്ട്, അവരോടുള്ള ബന്ധം. നേരത്തെ ഞാൻ പറയപ്പെട്ടു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്താണ് മുറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യലല്ല, ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യലല്ല. മുറിയപ്പെടാൻ പോകുന്നു എന്ന് തോന്നുന്ന ബന്ധങ്ങളിലേക്ക് സ്നേഹോപഹാരങ്ങൾ നൽകിക്കൊണ്ടും അവർക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ടും അവരോട് അടുപ്പം കാണിച്ചുകൊണ്ടും ബന്ധം ചേർക്കലാണത്.
അല്ലേ? നമ്മൾ ഓർക്കണം, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന. കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുവുമായിട്ട്, ജ്യേഷ്ഠാനിയന്മാരുമായി, അനിയത്തിമാരുമായിട്ട്, ഭർത്താവിന്റെ ജ്യേഷ്ഠാനിയന്മാരുമായിട്ട്, ആങ്ങളമാരുമായിട്ട്, മൂത്താപ്പമാരുമായിട്ട്, ആരെങ്കിലുമായിട്ട് നമ്മുടെ ബന്ധം എവിടെയെങ്കിലും ഒലച്ചിലുകൾ സംഭവിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതുമൂലം നമുക്ക് സ്വർഗം നിഷേധിക്കപ്പെടുമെന്ന ഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ആരെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അന്യർക്ക് ദാനം ചെയ്യുന്നത് പോലും സ്വീകാര്യമാവുകയില്ല. കുടുംബത്തിന് ദാനം ചെയ്താൽ അതിന് 2 പ്രതിഫലമുണ്ടെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തരിക. കുടുംബ ബന്ധം ചേർത്തിയതിന്റെ പ്രതിഫലം, അതോടൊപ്പം തന്നെ ദാനം ചെയ്തതിന്റെ പ്രതിഫലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളെ ഏറ്റവും ശക്തമായി മുറുകെ പിടിക്കാൻ വീട്ടിലെ സ്ത്രീകളായിട്ടുള്ള എന്നിലും നിങ്ങളിലും ശ്രദ്ധയുണ്ടായിരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. സകല ബന്ധങ്ങൾക്കും ഇസ്ലാം അതിപ്രാധാന്യം നൽകുന്നുണ്ട്. ബന്ധങ്ങളെ പഠിപ്പിച്ചു തരുന്നിടത്ത്, മനുഷ്യരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നിടത്തൊക്കെ വിശ്വാസവുമായി ചേർത്തിട്ട് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നത്. വല്ലാഹി ലാ യുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലാഹു ആണ്, അവർ വിശ്വാസിയാവുകയില്ല. ആരാണ് പ്രവാചകരെ എന്ന് ചോദിച്ചു. അതെ, തന്റെ ഷർറിൽ നിന്നും, തന്റെ ദുൽമിൽ ഏതൊരു അയൽവാസി സുരക്ഷിതനല്ലയോ അവൻ വിശ്വാസിയാവുകയില്ല. നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ അയൽവാസിക്ക് നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ എന്തെങ്കിലും ഒരു സമീപനം കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാ നമ്മൾ വിശ്വാസിയാകൂല എന്ന് പഠിപ്പിച്ചു തന്നത് അള്ളാന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ നിരന്തരമായി നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിക്കണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ സകല കാര്യങ്ങളും ഈമാനുമായി ചേർത്തിട്ട ബന്ധങ്ങളെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. വീട്ടിലേക്ക് കയറി വരുന്ന കുടുംബക്കാരായാലും അല്ലാത്തവരായാലുമുള്ള അതിഥികളോടൊക്കെ മാന്യമായ പെരുമാറ്റം, അതാണ് വിശ്വാസികളുടെ പ്രത്യേകത. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, അല്ലെ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സകല ബന്ധങ്ങളെയും ഊഷ്മളമായി കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഈ ഒരു ബന്ധത്തെ ഊഷ്മളമായി കൊണ്ടുപോകാൻ നമ്മുടെ ഒരാളുടെ മനസ്സിലും വെറുപ്പുകളില്ലാത്ത ഒരു മനസ്സിനെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ഒരാളോടും വെറുപ്പില്ലാത്തൊരു മനസ്സ് ഇസ്ലാം താല്പര്യപ്പെടുന്നു. വിശ്വാസികളുടെ മനസ്സ് മറ്റുള്ളവരോട് വെറുപ്പുള്ള മനസ്സാകാൻ പാടില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരിക്കലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ക്ലാസ് എടുക്കുമ്പോ പറയാം, അവിടെ ഇല്ലാത്തൊരു മനുഷ്യനെ പറ്റി ഇപ്പൊ കേറി വരും ഒരു മനുഷ്യൻ, അയാൾ സ്വർഗാവകാശിയാണ്. 3 ദിവസം ഇത് ആവർത്തിച്ചു. ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി കയറി വരുന്നു. അദ്ദേഹം പ്രവാചകൻ ഈ പറയുന്ന കാര്യം അറിയുന്നു പോലുമില്ല. സ്വഹാബത്തിന് അത്ഭുതമായി. 3 ദിവസവും സ്വർഗാവകാശി എന്ന് വിശേഷിപ്പിച്ച ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താ? സ്വഹാബാക്കൾ അത് അന്വേഷിച്ചു. ചിലർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ചു. എല്ലാ സ്വഹാബാക്കളും ചെയ്യുന്നത് പോലെ, എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള കർമ്മങ്ങളല്ലാതെ ഒന്നും തന്നെ അദ്ദേഹം അധികരിപ്പിക്കുന്നില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, സംശയം എന്താ നിങ്ങളെ പ്രത്യേകത? അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്നതേ ചെയ്യുന്നുള്ളൂ, പക്ഷെ ഒരു കാര്യം എനിക്കുണ്ട്, എനിക്കൊരാളോടും വെറുപ്പില്ല. എനിക്കൊരാളോടും വെറുപ്പില്ല. എവിടെ ഇരുന്ന് ചിന്തിക്കേണ്ടത്, തനിമ നിലനിർത്താൻ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട വിഷയം നമുക്കാരോടെങ്കിലും വെറുപ്പുണ്ടോ വെറുപ്പില്ലേ എന്നുള്ളതാ. വെറുപ്പുണ്ടാകുമല്ലോ, കാരണം നമ്മളെ ഇങ്ങോട്ട് നോവിച്ചവരോട്, നമ്മളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞവരോട്, നമ്മളെ കുറിച്ച് ഏഷണിയും പരദൂഷണം പറഞ്ഞ് നടന്നവരോട്, അങ്ങനെ പലരോടും വെറുപ്പ് കെടുക്കുന്നില്ലേ നമുക്ക്? പക്ഷെ വെറുക്കാൻ പാടില്ല, വിട്ടുവീഴ്ച ചെയ്യണം. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്തഹ് റളിയല്ലാഹു അൻഹു തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു പ്രയാസത്തെ കുറിച്ച്, മിസ്തഹിന്റെ വീട്ടിലേക്ക് ചെലവും കൊടുത്തിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയമകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞ കൂട്ടത്തില്, മിസ്തഹ് ഉണ്ടെന്നറിഞ്ഞ നിമിഷത്തില് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചകം പൊള്ളിയിട്ട്, ഞാൻ ഇനി മിസ്തഹിന് ഒന്നും തന്നെ കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോ, അങ്ങനെ പറയാൻ ഒരു വിശ്വാസിക്ക് അവകാശമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയത്തിറക്കിയിട്ട് അതിന്റെ അവസാനത്തില് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എങ്കിൽ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്തു കൊടുത്തുകൂടാ? അല്ലേ പ്രിയപ്പെട്ടവരെ, ആർക്കാണോ നമ്മൾ സഹായം ചെയ്തത്, ആ വ്യക്തി നമ്മളെ ദ്രോഹിക്കുമ്പോ ആ വ്യക്തിക്ക് പ്രതികാരം ചെയ്യാൻ, ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യാൻ അവകാശമില്ലെന്ന് മാത്രമല്ല, ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്.
ആർക്കാണോ നമ്മൾ ഉപകാരം ചെയ്തത്, ആ വ്യക്തി നമ്മളെ ഉപദ്രവിക്കുമ്പോ ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യാൻ നമുക്ക് അവകാശമില്ലെന്ന് മാത്രമല്ല, നൽകിയതൊന്നും ഇനി നൽകില്ലെന്ന് പറയാൻ പോലുമുള്ള അവകാശം എനിക്കും നിങ്ങൾക്കും ഇല്ല. ഇതാണ് വിശ്വാസിയുടെ പ്രത്യേകത എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ യാതൊരു വിദ്വേഷവും വെറുപ്പുമില്ലാത്ത മനസ്സിന്റെ ഉടമകളാകാൻ ഞാനും നിങ്ങളും തയ്യാറെടുക്കേണ്ടത് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു വെറുപ്പില്ലാത്ത മനസ്സ് നമുക്കുണ്ടോ എന്ന നിരന്തരമായ അന്വേഷണം നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. ഉള്ള വെറുപ്പുകളെ നിർമാർജനം ചെയ്തുകൊണ്ട്, ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അല്ലെ, മനുഷ്യരുമായുള്ള ബന്ധം സൂക്ഷ്മത തഖ്വയോട് ചേർത്തുകൊണ്ട് പഠിപ്പിച്ചു തന്ന ആയത്തുകൾ കൂടി നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഓതി പറഞ്ഞു കേൾപ്പിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാ. തഖ്വയുള്ളവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ. സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗമല്ലാതെ നമ്മുടെ അടുത്ത് മറ്റു യാതൊരു ആഗ്രഹവുമില്ല. മരണം നമുക്ക് സുനിശ്ചിതവുമാണ്. അങ്ങനെ ആ മരണം സംഭവിച്ച് നമുക്ക് മുന്നില് നരകം പ്രദർശിപ്പിക്കപ്പെടും. നമ്മുടെ സങ്കേതം ഏതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അത് നമ്മൾ വിലപിക്കുമെന്ന് അല്ലാഹു പറയുന്നു. എന്റെ ഈ തീർന്നു പോകാത്ത ജീവിതത്തിന് വേണ്ടി ഞാനൊന്ന് ഒരുങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുന്ന ആ സന്ദർഭത്തെ വളരെ വിശദമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പല മേഖലകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പടച്ചോനെ, കഴിഞ്ഞു പോയ ജീവിതം അല്ലേ, അതിന് ഒരു പക്ഷേ പരലോകത്തെ തണ്ട കേട്ടോ. നമുക്ക് ഈ ഉള്ള ആരോഗ്യമൊന്ന് നഷ്ടപ്പെടുമ്പോ, വാർദ്ധക്യത്തിലേക്കൊന്ന് കടക്കുമ്പോ, എന്റെ ജീവിതം ഞാൻ തൊലച്ചു കളഞ്ഞല്ലോ എന്ന നിരാശാബോധം എന്നെയും നിങ്ങളെയും പിടികൂടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോഷ്യൽ മീഡിയകളില് സമയം ചെലവഴിക്കുന്ന സമൂഹമേ, ഞാൻ വെറുതെ കളഞ്ഞു പോയ എന്റെ ജീവിതം എന്ന് വിലപിക്കുന്ന ഒരു നിമിഷം നമ്മിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തില് ഒരു സംശയവുമില്ല. സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതല്ലാതെ നമ്മുടെ ജീവിതത്തിന് മറ്റൊരു ലക്ഷ്യവുമില്ല. എന്നാൽ ആ സ്വർഗമാർക്കാ? ആ സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ വരവ് സാവകാശമായി പോകാൻ പാടില്ല. അള്ളാഹു പറയുന്നു, ആകാശഭൂമികളെക്കാളും പ്രവിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും മനുഷ്യരെന്ന നിലക്ക് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകള് പശ്ചാത്തപിക്കുമ്പോ റബ്ബിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ വളരെ വളരെ വേഗം കടന്നു വരൂ. മനസ്സറിഞ്ഞ് റബ്ബിനോടൊന്ന് തൗബ ചെയ്യൂ. മനസ്സറിഞ്ഞ് റബ്ബിലേക്കൊരു മടക്കം സാധ്യമാക്കൂ. റബ്ബിന്റെ സ്വർഗം ഒന്ന് ആഗ്രഹിക്കൂ എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, സ്വർഗം സുഷ്മാലുക്കൾക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടതാ, മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടതാ എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ അല്ലാഹു വിവരിച്ചു തരുന്ന കാര്യങ്ങള് നമ്മുടെ ബന്ധങ്ങളുടെ ഊഷ്മളതക്ക് അത്യന്താപേക്ഷിതമാണ്. അത് സൂക്ഷ്മാലുക്കളുടെ ലക്ഷണങ്ങളാണ്. എന്താണത്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, അവര് സന്തോഷാവസ്ഥയിലും ദുഃഖാവസ്ഥയിലും ദാനം ചെയ്യുന്നവരാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കണ്ടറിയുന്നവരാണ്. വേദനിക്കുന്നവരുടെ വേദന തീർത്തു കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ്. എല്ലാവർക്കും ദാനം ചെയ്യാൻ മുന്നിൽ നിൽക്കും. നാളേക്കും മറ്റന്നാളേക്കും സ്വരുക്കൂട്ടി വെക്കുന്ന ധനം എനിക്ക് ഉപയോഗപ്പെടുമോ എന്ന് എനിക്കും നിങ്ങൾക്കും ഒരു തീർച്ചയുമില്ല. അല്ലേ, അള്ളാഹു പറയുന്നില്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെടുത്ത് ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് നന്മ കരസ്ഥമാക്കാൻ കഴിയൂല. ഇവിടെ ഒന്ന് ചോദിക്കണം നമ്മള്, മറ്റുള്ള മനുഷ്യന്മാരൊക്കെ കഷ്ടപ്പെടുമ്പോ കാതിലും കഴുത്തിലൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ആഭരണങ്ങളൊക്കെ കെട്ടി നടക്കുന്ന, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എടുത്ത് കാത്തു സൂക്ഷിക്കുന്നവരെന്ന് ചോദിക്കണം, ഏതാ നമ്മളെ ഇഷ്ടപ്പെട്ട വസ്തു എന്ന്. അല്ലേ, കുറെ ആഭരണങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ചിട്ട്, എന്നിട്ട് നമ്മൾ മരിച്ചു പോകുമ്പോ ആ മയ്യത്തുമെന്ന് അതൊക്കെ ഇങ്ങനെ ഊരിയെടുക്കുന്ന ഒരു രംഗൊന്ന് ഇടക്കിടക്കൊന്ന് ചിന്തിച്ചു നോക്കണം. മയ്യത്തുമെന്ന് അത് ഊരിയെടുത്തിട്ട് കൈകളിൽ വാരിയെടുത്തിട്ട് നമ്മുടെ മക്കളെ മരുമക്കളെ കൊണ്ടുപോയിട്ട് പറയുതാ, ദുമ്മാന്റെ സ്വർണ്ണാണ്, ഭദ്രമായിട്ട് എടുത്തു വെച്ചോളൂ. ആ നിമിഷത്തിൽ നമ്മുടെ മക്കളോ മരുമക്കളോ അത് ഭദ്രമായി എടുത്തു വെക്കും. അധിക ദിവസമൊന്നും കഴിയില്ലട്ടോ, ഒരുപക്ഷെ ആഴ്ചകൾ കഴിയുമ്പോ അവരത് പുറത്തെടുക്കും. അതാ നമ്മള് ഖബറിൽ കിടക്കുന്ന അവസ്ഥ. അപ്പോ എന്താ? കണ്ണുകളുടെ സ്ഥാനത്ത് 2 ഗുഹയാണുള്ളത്, പിഴുത്തരിച്ച ശരീരമാണുള്ളത്. പക്ഷെ ആത്മാവ് അങ്ങനെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. കഴുത്തലണിഞ്ഞ ആഭരണത്തിന് നീ സക്കാത്ത് കൊടുത്തിരുന്നുവോ? നീ എടുത്തു കേട്ട് പൂട്ടി വെച്ചിട്ടുള്ള നിന്റെ ധനത്തിന് നീ സക്കാത്ത് കൊടുത്തിരുന്നുവോ? ആ സമയത്ത് ആ ധനം എടുത്തുകൊണ്ട് നമ്മുടെ മക്കൾ എങ്ങനെ ഓഹരി വെക്കുകയാ. നമ്മുടെ മക്കൾ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്, ആ മാല അമ്മ കിട്ടിയ തിരക്കിടില്ലായിരുന്നു അല്ലേ, ആ വളയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ നന്നായിരുന്നെന്ന് പറഞ്ഞിട്ട് മക്കള് വീടകത്ത് വെച്ചത് ഓഹരി വെക്കുമ്പോ
നമ്മളവിടെ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ സ്വർണ്ണാഭരണങ്ങൾ കാതിലും കഴുത്തിലും അണിഞ്ഞ് നടന്നപ്പോ പെണ്ണെ നീ അതിന്റെ സകാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് അതിന്റെ അവകാശികൾ നിന്റെ ചുറ്റിലും പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോ അവർക്കൊന്നും ഓഹരി വെച്ചു കൊടുക്കാതെ നീ എന്തിന്റെ പേരിലാണത് കെട്ടിപ്പൂട്ടി വെച്ചതെന്ന് ചോദിക്കപ്പെടുമ്പോ അതെടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നമ്മുടെ വിചാരണയെ കുറിച്ചൊന്നും ഓർക്കുക പോലും ചെയ്യാതെ അവരിങ്ങനെ കയ്യിലും കാതിലും അണിഞ്ഞ് ജീവിക്കില്ലേ? അതിനുവേണ്ടി എന്തിന് കെട്ടിപ്പൂട്ടി വെക്കണം മനുഷ്യ? നിന്റെ പരലോകത്തിന് വേണ്ടി നീ ഒരുക്കിക്കൊള്ളുക. അതുകൊണ്ട് നിന്റെ ദുഃഖാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും നീ ദാനം ചെയ്തു കൊള്ളുക. അത് നിങ്ങൾക്ക് തമ്മിലുള്ള പരമായിട്ടുള്ള ഊഷ്മളമായ ബന്ധത്തെ സ്ഥാപിച്ചെടുക്കാനും ഏറെ സഹായകമാണ്. മാത്രമല്ല, രണ്ടാമതായിട്ട് അല്ലാഹു പറയുന്നു, നീ കോപത്തെ ഒതുക്കി നിർത്തണം. നീ തഖ്വയുള്ള വ്യക്തിയാണെങ്കിൽ കോപത്തെ ഒതുക്കി നിർത്തണം. നേരത്തെ പറഞ്ഞ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ നടുവിലെ ഏറ്റവും വലിയ വില്ലാളി ഈ കോപാണ്. ദേഷ്യം കിട്ടി പിടിച്ചിട്ട് നമുക്ക് പിടിച്ചാ കിട്ടണ്ടേ അല്ലേ? സകല ബന്ധങ്ങളെയും നമ്മുടെ ദേഷ്യം ഹനിച്ചു കളഞ്ഞിട്ടില്ലേ, തകർത്ത് കളഞ്ഞിട്ടില്ലേ? ആ ദേഷ്യത്തെ ഒതുക്കി വെക്കാൻ കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ശക്തിമാനായ മനുഷ്യൻ? ദ്വന്ദ്വയുദ്ധത്തിൽ വിജയിക്കുന്നവനല്ല, അവൻ ദേഷ്യം വരുമ്പോൾ ഒതുക്കി വെക്കാൻ കഴിവുള്ളവനാണ് എന്ന്. നമ്മൾ തനിമയുള്ളവരായി ഇവിടുന്ന് മടങ്ങി പോകുകയാണെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ദേഷ്യപ്പെടാൻ പാടില്ല അല്ലേ? ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യത്തെ ഒതുക്കി നിർത്താൻ എന്നെങ്ങളെ കൊണ്ടും നിങ്ങളെ കൊണ്ടും സാധിച്ചെങ്കിലേ നമുക്ക് ആ തഖ്വയുടെ പൂർത്തീകരണം സാധ്യമാവുകയുള്ളൂ. അതേപോലെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണം. നമ്മള് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഈ പറയുന്ന ഘടകങ്ങളെല്ലാം ഒത്തുവരുമ്പോഴാണ് നമ്മിലെ സൽസ്വഭാവം പൂർത്തിയാകുന്നത്. ആ സൽസ്വഭാവമാണ് നാളെ തുലാസിൽ ഏറ്റവും കൂടുതൽ ഘനം വർദ്ധിക്കുന്നത്. ആ സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണം വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് അത്യന്താപേക്ഷിതമാണ്. സൽസ്വഭാവം വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന്, ഈമാനിന്റെ പൂർത്തീകരണത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വഭാവം ഇല്ലെങ്കിൽ വേറെ ഒന്നും കാര്യമില്ല വിശ്വാസികളെ. നിസ്കാരോ നോമ്പോ വേഷവിധാനോ പർദ്ദ മഫ്ത എത്ര ഉഷാറായിട്ടും കാര്യമില്ല, സ്വഭാവല്ലേ രക്ഷപ്പെടൂല. ഒരിക്കലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ നാട്ടിലൊരു പെണ്ണുണ്ട്, എന്തൊരു നിസ്കാരാന്നറിയോ, ഇബാദത്തോടി ഇബാദത്ത്, ഫർളും സുന്നത്തും നോമ്പാണെങ്കിലും നിസ്കാരാണെങ്കിലും ഒക്കെ, പക്ഷേ മനുഷ്യരോടുള്ള പെരുമാറ്റം കുറച്ച് കടുത്തതാണ്, കുറച്ച് പരുക്കൻ സ്വഭാവത്തിന്റെ ഉടമയെ. ആർക്കും അങ്ങോട്ട് ഇടപഴകാൻ വലിയൊരു താല്പര്യമില്ല. റസൂലുള്ള പറഞ്ഞു, അവളുടെ സങ്കേതം നരകമാണ്. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്ത്രീ ഉണ്ട്. നിർബന്ധ നിസ്കാരങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ നിർബന്ധമാക്കപ്പെട്ടതേ ചെയ്യുന്നുള്ളൂ, പക്ഷേ ഇമ്പമാർന്ന സ്വഭാവത്തിന്റെ ഉടമയാ. ജനങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിലുള്ള പെരുമാറ്റമാണ്. റസൂലുള്ള പറഞ്ഞു, അവള് സ്വർഗത്തിലാണ്, അവള് സ്വർഗത്തിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, രാത്രി മുഴുവനും നമസ്കരിക്കുകയും പകൽ മുഴുവനും നോമ്പെടുക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്യുന്നവരെക്കാളും ഉത്കൃഷ്ടർ സൽസ്വഭാവികളാണെന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന്. നമ്മളെ കൊണ്ട് മറ്റുള്ളവര് സൽസ്വഭാവിയാണ് എന്ന് പറയിപ്പിക്കാൻ ഏറ്റവും നല്ല മനുഷ്യരെ അത് പറയുള്ളൂ. ആ കാര്യത്തിലും നമുക്ക് സംശയമൊന്നുമില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമകളാവുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് അത്യന്താപേക്ഷിതമാ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു ഈ സുഹൃദ്വാന്മാരെ ഇഷ്ടപ്പെടും. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും. ഇനി ആരെങ്കിലും ഇതൊക്കെ മറന്നിട്ട് മനുഷ്യ സഹജമായി തെറ്റിലകപ്പെട്ടു പോയാൽ അതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്താണ് തഖ്വയുള്ളവരുടെ അടയാളം? ദക്കറുല്ലാഹ്, അവരുടനെ അള്ളാഹുവിനെ ഓർക്കും. അള്ളാഹുവോട് അവര് അത് പൊറുക്കണേ എന്ന് തേടും. ഒരു തെറ്റ് ചെയ്താൽ, ഒരു ഏഷണി പറഞ്ഞ, ഒരു പരദൂഷണം പറഞ്ഞ, മനുഷ്യരോട് നല്ലതല്ലാത്ത രൂപത്തിൽ പെരുമാറിയാൽ, കുത്തുവാക്കും കുത്തിയും കുറഞ്ഞു നമ്മൾ സംസാരിച്ച്, അതൊക്കെയാണ് നമ്മളൊരു സ്വഭാവം. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത്, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, കുത്തി പറയാ, നോവിപ്പിച്ച് പറയാ, ഒന്ന് ആക്കി പറയാ, ഇതൊക്കെയല്ലേ നമ്മളെ സ്വഭാവം. അതുകൊണ്ടാണ് അള്ളാഹു അവരെ ശപിച്ചത്. അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയാൽ ഉടനെ നമ്മൾ പടച്ചോനെ പറയാൻ പാടില്ലായിരുന്നു കേട്ടോ, ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ അല്ലേ? ഉടനെ അവർ അല്ലാഹുവിനെ ഓർക്കും. എന്നിട്ട് അള്ളാഹുവോട് അവര് പാപമോചനം തേടും. അപ്പൊ അള്ളാഹ് ചോദിക്കുകയാണ്, അല്ലല്ലാതെ ആരാ പുറത്തു തരാനെന്ന് കാരുണ്യവാനായ റബ്ബ് ചോദിക്കുന്നു. അവർ ആ ചെയ്ത തെറ്റില് ഉറച്ചു നിൽക്കുകയില്ല എന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിച്ചു തരുമ്പോ ഞാനും നിങ്ങളും ഒരു കാര്യം കൂടി ഇതോട് ചേർത്ത് വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെല്ലാവരും ഈമാനുള്ളവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈമാനുള്ളവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടാകണമെങ്കിൽ അവന്റെ മനസ്സ് നന്നാവണം. അവന്റെ മനസ്സ് നന്നാവണം. മനസ്സ് നന്നാവാത്ത പ്രശ്നം തന്നെയാ ഇപ്പൊ ഇവിടെ പറഞ്ഞതൊക്കെ. വെറുപ്പ്, ദേഷ്യം, പ്രതികാര ബുദ്ധി, ദേഷ്യപ്പെടുക, അല്ലെ? ഇതൊക്കെ നമ്മുടെ മനസ്സ് നന്നാകാത്തിന്റെ കാരണം തന്നെയാ. റസൂലുള്ളാഹി പറയുന്നു, ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാകണമെങ്കിൽ അവന്റെ നാവ് നന്നാവണം. നാവാണ് സകല ബന്ധങ്ങളെയും മുറിച്ചു കളയുന്ന ഒന്നാമത്തെ ഘടകം. ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാകണമെങ്കിൽ അവന്റെ നാവ് നന്നാകണം. അപ്പൊ നാവ് നന്നായിട്ട് നല്ല വർത്തമാനം പറഞ്ഞവർക്ക് നല്ല മനസ്സുണ്ടാകും. നല്ല മനസ്സുണ്ടെങ്കിൽ അവർക്ക് ഈമാനും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുതരാ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഊഷ്മളമായ പവിത്രമായ ബന്ധങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ ഞാൻ ആദ്യമായി കരുതി വെക്കേണ്ടത് എന്റെ വാക്കുകളാണ്, എന്റെ നാവാണ് എന്ന ബോധ്യത്തോടെ നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറാകണം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഹേ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ ഏറ്റവും നല്ല വർത്തമാനങ്ങൾ മാത്രം പറയുക. എങ്കില് യുസ്ലിഹു ലക്കും അഅമാലുക്കും, തന്നെത്താനെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അഖിലവും സംസ്കരിക്കപ്പെടും, നന്നാകും. നിങ്ങൾ നല്ല മനുഷ്യന്മാരായി തീരും. സകല ബന്ധങ്ങളും ഊഷ്മളമായി തീരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ നല്ല വാക്കുകൾ നിമിത്തം നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ ഓരോന്നങ്ങനെ മായ്ച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കേണ്ടത്, ഇന്നു മുതൽ നല്ലതല്ലാത്തൊരു വാക്കും ഞാൻ പറയൂല എന്നാണ്. മാത്രല്ല എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല എന്ന് വരെ പറയാതിരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നാണ്. എന്നിട്ട് നമ്മുടെ വാക്കുകളെ സംസ്കരിക്കണം. വാക്കുകൾ നല്ലതല്ലാത്തത് നാവിന്റെ തുമ്പിലേക്ക് ഇറങ്ങി വരുമ്പോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ വാക്കുകളെ നമ്മൾ തട്ടിയകറ്റണം. റബ്ബിനെ ഓർത്തുകൊണ്ട് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്ന ഘട്ടത്തില് നമുക്ക് ലഭിക്കപ്പെടാൻ പോകുന്ന അനുഗ്രഹം എന്താ? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകളെ പോലും നമ്മൾ സംസ്കരിക്കുന്ന ഘട്ടത്തില് അതാ ആ റബ്ബിന്റെ പരമമായ സ്നേഹമാണ് നമുക്ക് ലഭിക്കപ്പെടാൻ പോകുന്നത്. റബ്ബിന്റെ പരമമായ സ്നേഹമാണ് നമുക്ക് ലഭിക്കപ്പെടാൻ പോകുന്നത്. ഉപരി ലോകത്ത് നമ്മൾ സ്മരിക്കപ്പെടുകയായി റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം വാക്കുകളെ, സ്വന്തം ഹൃദയ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ തയ്യാറായ എന്നെയും നിങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപരി ലോകത്ത് മലായിക്കത്തുകളുടെ സദസ്സില് അവിടെ പരാമർശിക്കുമെന്നല്ലേ? ആരെയാണ്? പലപ്പോഴും ഹൃദയം നൊന്തുപോയ എന്നെയും നിങ്ങളെയും, ഭർത്താവിന്റെ ഒരു ശ്രദ്ധയില്ലല്ലോ എന്ന വേദനിച്ചു പോയ നെഞ്ചകമുള്ള എന്നെയും നിങ്ങളെയും, ആരോരും എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, എന്റെ വേദന അറിയുന്നില്ലല്ലോ എന്ന് മനസ്സ് തപ്പിച്ചു പോയ എന്നെയും നിങ്ങളെയും, മക്കൾ എന്നെ അവഗണിക്കല്ലോ എന്ന് വേദനിക്കുന്ന മാതാവിനെ, ഇങ്ങനെയുള്ളവരെ അല്ലാഹു അതാ ഉപരി ലോകത്ത് പരാമർശിച്ചു. ജിബ്രീൽ അതാ ഇന്ന ദേശത്തെ ആ മാട്ടൂലിലെ ആ പാവപ്പെട്ട സാധാരണക്കാരിയായ ആ ഇന്നവളായ പെണ്ണുണ്ടല്ലോ, അവൾ എന്നെ സ്നേഹിച്ചു ജിബ്രീൽ, താങ്കളും അവളെ സ്നേഹിച്ചു കൊള്ളുക. അതാ ജിബ്രീൽ അലൈഹിസ്സലാം മറ്റു മലായിക്കത്തുകളോട് വിളിച്ചു പറയുന്നു, മലായിക്കത്തുകളെ, ഉന്നതനായ റബ്ബ് ഇന്ന ദേശത്തെ ഇന്നവളായ ആ പെണ്ണിനെ സ്നേഹിച്ചു, നിങ്ങളും അവളെ സ്നേഹിച്ചു കൊള്ളുക. അള്ളാഹുവിൻ്റെയും മലായിക്കത്തുകളുടെയും സ്നേഹം ലഭിക്കപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പിന്നെ യാതൊരു വേദനകളും സങ്കടങ്ങളും ഇല്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും മുമ്പ് നാവിനെ നിയന്ത്രിക്കുമെന്ന്, ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുമെന്ന്, മാതാപിതാക്കളിലൂടെ സ്വർഗം കരസ്ഥമാക്കുമെന്ന്, മക്കളെ പരലോകത്തിന് വേണ്ടി വളർത്തുമെന്ന്, നാളെ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കാൻ പാകത്തിൽ എൻ്റെ മക്കളെ ഒരുക്കിയെടുക്കാനുള്ള ശ്രമം ഞാൻ ഉണ്ടാക്കിയെടുക്കുമെന്ന്, ഭർത്താവിൻ്റെ സംതൃപ്തിയിലൂടെ സ്വർഗീയ വാതിലുകൾ എനിക്ക് മുന്നിൽ തുറക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഞാൻ ഏർപ്പെടുമെന്ന്, അതിനെല്ലാം ഉപയോഗപ്രദമായ എൻ്റെ നാവിനെ ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന്, സൽസ്വഭാവത്തെ ഞാൻ ആർജിച്ചെടുക്കുമെന്ന ഒരു തീരുമാനത്തോടെ ഞാനും നിങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണേ എന്ന് മാത്രം എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പടച്ച റബ്ബ് ഈമാനിൻ്റെ കെട്ടുറപ്പുള്ള നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മളെ ഏവരെയും ഉയർത്തുമാറാകട്ടെ. എല്ലാ ബന്ധങ്ങളെയും പവിത്രതയോടെ കൊണ്ടു നടക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് കരുത്തേകണമേ റബ്ബേ. ഞങ്ങൾ കുടുംബിനികളുടെ സമീപനങ്ങളും പെരുമാറ്റങ്ങളുമാണ് പലപ്പോഴും ഞങ്ങളുടെ വീടകങ്ങളിലുള്ള ബന്ധങ്ങളുടെ നിദാനം തന്നെ. നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നവരോടാണ് നമ്മുടെ കുടുംബവും ബന്ധം സ്ഥാപിക്കാറുള്ളത്. അതുകൊണ്ട് പഠിച്ചവനെ, ബന്ധം മുറിച്ചതിൻ്റെ ഏറ്റവും ഗൗരവതരമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞങ്ങൾ ഒരിക്കലും തന്നെ
പാത്രീഭവിക്കരുതേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഈമാനിന്റെ കരുത്തുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കഴിവും കരുത്തും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ. നിന്റെ പരമമായ കാരുണ്യം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണമേ റബ്ബേ. അതാ ഞങ്ങളുടെ പൊന്നുമ്മയും പൊന്നുപ്പയും ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചവരാണ് റബ്ബേ. പെൺമക്കൾ എന്ന നിലക്ക് അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്ന് ഒരു തിട്ടവും ഞങ്ങൾക്കില്ല തമ്പുരാനെ. അതാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അവർക്ക് സ്വർഗത്തിൽ ഉന്നത ദറജ ലഭിക്കപ്പെടുമാറ് റബ്ബി ഗഫ്ർലി വലി വാലിദയ്യ എന്ന് പ്രാർത്ഥിക്കുന്ന, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഉന്നതരായ മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളുമൊത്തിട്ട് സമൃദ്ധമായ നന്മയുടെ സ്നേഹം അനുഭവിക്കാൻ പഠിച്ച തമ്പുരാനെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. ഈ ദുനിയാവിൻ്റെ സ്വർഗം ആ ഭാര്യാഭർത്തൃബന്ധത്തിലൂടെ കെട്ടിപ്പടുക്കാൻ നാഥാ നീ ഞങ്ങൾക്ക് പരമമായ ഭാഗ്യം നൽകണമേ റബ്ബേ. നാഥാ, ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഞങ്ങളുടെ മക്കൾ തന്നെയാണ് റബ്ബേ. അവരെ നീ ഞങ്ങൾക്ക് കൺകുളിർമയുള്ളവരാക്കി തീർക്കണേ. ഇരു ലോകത്തും അവരെക്കുറിച്ച് സൽവാർത്തകൾ മാത്രം കേൾക്കാൻ ഞങ്ങൾക്ക് നീ വിധിയരുളയണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വ അജിർ വാലിദീനാ മിനന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.